JKR അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്രെഡിറ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് എല്ലാം നടക്കുന്ന പരീക്ഷകളുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ക്രാഷ് ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ടൈപ്പിസ്റ്റ് മെയിൻ എക്സാം ക്രാഷ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് വിൻഡോസ് ആണ് പഠിക്കാനുള്ളത്. വിൻഡോസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ടൈപ്പിസ്റ്റ് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ 10 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഏറ്റവും പുതിയ സിലബസും അതോടൊപ്പം തന്നെ 10 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പുതിയ സിലബസും അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ബുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇമെയിൽ ID എനിക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി ഈ ബുക്ക് നിങ്ങൾക്ക് PDF ആയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. PDF ആയിട്ട് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ളൊരു തുക നിങ്ങൾക്ക് എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയാകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which combination of keys is used to move between desktops in Windows? Which combination of keys is used to move between desktops in Windows? അതായത് വിൻഡോയിലെ ഡെസ്ക്ടോപ്പുകൾക്കിടയിൽ നീങ്ങാൻ ഏത് കീകളുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് പ്ലസ് ടാബ്, ഓപ്ഷൻ ബി ഓൾട്ട് പ്ലസ് ടാബ്, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ടാബ്, ഓപ്ഷൻ ഡി ഷിഫ്റ്റ് പ്ലസ് ടാബ്. വിച്ച് കോമ്പിനേഷൻ ഓഫ് കീസ് ഈസ് യൂസ്ഡ് ടു മൂവ് ബിറ്റ്വീൻ ഡെസ്ക്ടോപ്സ് ഇൻ വിൻഡോസ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് പ്ലസ് ടാബ്. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to open the notification pane? Which shortcut key is used to open the notification pane? അതായത് ഈ അറിയിപ്പ് പാളി തുറക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് എ, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ബി, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് സി, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഡി. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ദ നോട്ടിഫിക്കേഷൻ പെയിൻ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് എ. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to activate the notification areas show hidden icons arrow? Which shortcut key is used to activate the notification areas show hidden icons arrow? അതായത് ഈ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് ഏരിയയുടെ മറഞ്ഞിരിക്കുന്ന ഐക്കണുകളുടെ അമ്പടയാളം സജീവമാക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് എ, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ബി, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് സി, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഡി. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ആക്ടിവേറ്റ് ദ നോട്ടിഫിക്കേഷൻ ഏരിയാസ് ഷോ ഹിഡൻ ഐക്കൺസ് ഏരിയ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to open Cortana for voice commands? Which shortcut key is used to open Cortana for voice commands? അതായത് ഈ വോയിസ് കമാൻഡുകൾക്കായി കൊർട്ടാന തുറക്കാൻ ഏത് കുറുക്കുവഴി കീ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് എ, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ബി, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് സി, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഡി. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ കൊർട്ടാന ഫോർ വോയിസ് കമാൻഡ്സ്? ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to minimize all open windows to display the desktop? Which shortcut key is used to minimize all open windows to display the desktop? അതായത് ഈ ഡെസ്ക്ടോപ്പ് പ്രദർശിപ്പിക്കുന്നതിന് തുറന്ന എല്ലാ വിൻഡോകളും ചെറുതാക്കാൻ ഏത് കുറുക്കുവഴി കീയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ്
logo plus A. Option B, Windows logo plus B. Option C, Windows logo plus C. Option D, Windows logo plus D. Which shortcut key is used to minimize or open windows to display the desktop? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് ഡി. question. Which shortcut key is used to display the start menu and activate the search box? Which shortcut key is used to display the start menu and activate the search box? അതായത് ആരംഭ മെനു പ്രദർശിപ്പിക്കുന്നതിനും തിരയൽ ബോക്സ് സജീവമാക്കുന്നതിനും ഏത് കുറുക്കുവഴി കീയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് ഇ. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് എഫ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എച്ച്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഐ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ സ്റ്റാർട്ട് മെനു ആൻഡ് ആക്ടിവേറ്റ് ദ സെർച്ച് ബോക്സ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് എഫ്. question. Which shortcut key is used to display the share pane? Which shortcut key is used to display the share pane? അതായത് ഈ ഷെയർ പാളി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് ഇ. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് എഫ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എച്ച്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഐ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഷെയർ പെയിൻ? അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് എച്ച്. question. Which shortcut key is used to run the setting app? Which shortcut key is used to run the setting app? അതായത് ഈ ക്രമീകരണ ആപ്പ് പ്രവർത്തിപ്പിക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് ഇ. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് എഫ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എച്ച്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഐ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു റൺ ദ സെറ്റിംഗ് ആപ്പ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് ഐ. question. Which shortcut key is used to display the device pane? Which shortcut key is used to display the device pane? അതായത് ഈ ഉപകരണ പാളി പ്രദർശിപ്പിക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് കെ. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് എൽ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എം. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഒ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഡിവൈസ് പെയിൻ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് കെ. question. Which shortcut key is used to lock your computer? Which shortcut key is used to lock your computer? അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് കെ. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് എൽ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എം. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഒ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു lock your computer? Option B ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് എൽ. question. Which shortcut key is used to minimize all windows? Which shortcut key is used to minimize all windows? അതായത് ഈ എല്ലാ വിൻഡോകളും ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് കെ. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് എൽ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എം. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഒ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു മിനിമൈസ് ഓൾ വിൻഡോസ്? ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് എം. question. Which shortcut key is used to turn the tablet orientation lock on/off? Which shortcut key is used to turn the tablet orientation lock on/off? അതായത് ഈ ടാബ് ഓറിയന്റേഷൻ ലോക്ക് ഓൺ ഓഫ് ചെയ്യാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് കെ. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് എൽ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എം. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഒ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ടേൺ ദ ടാബ്ലെറ്റ് ഓറിയന്റേഷൻ ലോക്ക് on/off? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് ഒ. question.
Which shortcut key is used to display the project pane to configure a second display? അതായത് ഈ രണ്ടാമത്തെ ഡിസ്പ്ലേ കോൺഫിഗർ ചെയ്യുന്നതിനായിട്ട് പ്രൊജക്ട് പാളി പ്രദർശിപ്പിക്കുന്നതിന് ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് പി, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ആർ, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എസ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ടി. Which shortcut key is used to display the project pane to configure a second display? Option A and answer Windows logo plus P. Other question. Which shortcut key is used to open the run dialog box? അതായത് ഈ റൺ ഡയലോഗ് ബോക്സ് തുറക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് പി, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ആർ, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എസ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ടി. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ദ റൺ ഡയലോഗ് ബോക്സ്? ഓപ്ഷൻ ബി ആൻസർ വിൻഡോസ് ലോഗോ പ്ലസ് ആർ. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to open Cortana for keyboard commands? Which shortcut key is used to open Cortana for keyboard commands? അതായത് ഈ കീബോർഡ് കമാൻഡുകൾക്കായി കൊട്ടാന തുറക്കാൻ ഏത് കുറുക്കുവഴി കീ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് പി, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ആർ, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എസ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ടി. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ വിൻഡോസ് ലോഗോ പ്ലസ് എസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to activate the taskbar icon? Which shortcut key is used to activate the taskbar icon? അതായത് ഈ ടാസ്ക് ബാർ ഐക്കൺ സജീവമാക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് പി, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ആർ, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എസ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ടി. Which shortcut key is used to activate the taskbar icon? Option D and answer Windows logo plus T. Other question. Which shortcut key is used to open the case of access center? അതായത് ഈ ആക്സസ് സെന്റർ തുറക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നത്? Which shortcut key is used to open the case of access center? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് യു, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡബ്ല്യു, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എക്സ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഇസഡ്. Which shortcut key is used to open the case of access center? Option A and answer Windows logo plus U. Other question. Which shortcut key is used to activate search box? അതായത് ഈ തിരയൽ ബോക്സ് സജീവമാക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് യു, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡബ്ല്യു, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എക്സ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഇസഡ്. Which shortcut key is used to activate search box? Option B and answer Windows logo plus W. Other question. Which shortcut key is used to display a menu of Windows tools and utilities? അതായത് വിൻഡോസ് ടൂളുകളുടെയും യൂട്ടിലിറ്റികളുടെയും മെനു പ്രദർശിപ്പിക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് യു, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡബ്ല്യു, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എക്സ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഇസഡ്. Which shortcut key is used to display a menu of Windows tools and utilities? Option C and answer Windows logo plus X. Other question. Which shortcut key is used to display an apps command? അതായത് ഈ ഒരു ആപ്പിന്റെ കമാൻഡ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. വിൻഡോസ് ലോഗോ പ്ലസ് യു, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡബ്ല്യു, ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് എക്സ്, ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഇസഡ്. Which shortcut key is used to display an apps command? Option D and answer Windows logo plus Z. Other question. Which shortcut key is used to open magnifier and zoom in? അതായത് ഈ മാഗ്നിഫയർ തുറക്കാനും സൂം ഇൻ ചെയ്യാനും ഒക്കെ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് സമം, ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് കോമ,
ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് മൈനസ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് എൻ്റർ കീ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ മാഗ്നിഫയർ ആൻഡ് സൂം ഇൻ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് ഈക്വൽ സൈൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സൂം ഔട്ട്? അതായത് ഈ ഏത് കുറുക്ക് വഴി കീയാണ് സൂം ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് സമം. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് കോമ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് മൈനസ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് എൻ്റർ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സൂം ഔട്ട്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് കോമ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ടെമ്പററിലി ഡിസ്പ്ലേ? അതായത് ഈ ഏത് കുറുക്ക് വഴിക്കാണ് താൽക്കാലികമായി പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് സമം. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് കോമ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് മൈനസ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് എൻ്റർ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ടെമ്പററിലി ഡിസ്പ്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് മൈനസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ നരേറ്റർ? അതായത് ഈ ആഖ്യാതാവിനെ തുറക്കാൻ ഏത് കുറുക്ക് വഴി കീയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് സമം. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് കോമ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് മൈനസ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് എൻ്റർ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ നരേറ്റർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് എൻ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ എ മിനിമൈസ്ഡ് ആപ്പ്? അതായത് ഈ ചെറുതാക്കിയ ആപ്പ് പുനഃസ്ഥാപിക്കാൻ ഏത് കുറുക്ക് വഴി കീയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് UP. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡൗൺ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് അപ്പ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് ഡൗൺ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ എ മിനിമൈസ്ഡ് ആപ്പ്? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് അപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ എ മാക്സിമൈസ്ഡ് ആപ്പ്? അതായത് ഈ മാക്സിമൈസ്ഡ് ആപ്പ് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്ക് വഴി കീയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് അപ്പ്. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡൗൺ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് അപ്പ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് ഡൗൺ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ എ മാക്സിമൈസ്ഡ് ആപ്പ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു മൂവ് ദ കറണ്ട് ആപ്പ് ടു ദ ലെഫ്റ്റ് മോണിറ്റർ? അതായത് ഈ നിലവിലെ ആപ്പ് ഇടത് മോണിറ്ററിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്ക് വഴി കീയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് അപ്പ്. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡൗൺ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് അപ്പ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് ഡൗൺ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു മൂവ് ദ കറണ്ട് ആപ്പ് ടു ദ ലെഫ്റ്റ് മോണിറ്റർ? ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് പേജ് അപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു മൂവ് ദ കറണ്ട് ആപ്പ് ടു ദ റൈറ്റ് മോണിറ്റർ? അതായത് ഈ നിലവിലെ ആപ്പ് വലത് മോണിറ്ററിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്ക് വഴി കീയാണ് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് അപ്പ്. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഡൗൺ. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് അപ്പ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് പേജ് ഡൗൺ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു മൂവ് ദ കറണ്ട് ആപ്പ് ടു ദ റൈറ്റ് മോണിറ്റർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് പേജ് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ വെർച്വൽ? അതായത് ഈ ഒരു വെർച്വൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഏത് കുറുക്ക് വഴി കീയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് ഡി. ഓപ്ഷൻ സി ബി വിൻഡോസ് ലോഗോ പ്ലസ് ഓൾട്ട് പ്ലസ് ഡി. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് ഡി. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡി. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ വെർച്വൽ? ഓപ്ഷൻ സി ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to capture the current screen and save it to the picture folder? അതായത് ഈ നിലവിലെ സ്ക്രീന് ക്യാപ്ചർ ചെയ്ത പിക്ചർ ഫോൾഡറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കുറുക്ക് വഴി കീയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ്
പ്രിന്റ് 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 which shortcut key is used to capture the current screen and the save it to the picture folder. Option A Windows logo plus print screen. Option B Windows logo plus tab. Option C Windows logo plus left. Option D Windows logo plus right. Which shortcut key is used to capture the current screen and save it to the picture folder? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് പ്രിന്റ് സ്ക്രീൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ക്ലോസ് ദ കറന്റ് വെർച്വൽ ഡെസ്ക്ടോപ്പ്? അതായത് ഈ നിലവിലെ വെർച്വൽ ഡെസ്ക്ടോപ്പ് അടയ്ക്കുന്നതിന് ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് F4. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഓൾട്ട് പ്ലസ് F4. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് F4. Option C D Windows logo plus Shift plus F4. Which shortcut key is used to close the current virtual desktop? Option C and answer Windows logo plus Control plus F4. Other question, which shortcut key is used to snap the current up to the ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ? അതായത് ഈ സ്ക്രീനിന്റെ ഇടതുവശത്തേക്ക് നിലവിലെ ആപ്പ് സ്നാപ്പ് ചെയ്യാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് ലെഫ്റ്റ്. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഓൾട്ട് പ്ലസ് ലെഫ്റ്റ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ്. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്നാപ്പ് ദ കറന്റ് ആപ്പ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് ലെഫ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്നാപ്പ് ദ കറന്റ് ആപ്പ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ? അതായത് സ്ക്രീനിൽ വലതുവശത്തേക്ക് നിലവിലെ ആപ്പ് സ്നാപ്പ് ചെയ്യാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് റൈറ്റ്. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഓൾട്ട് പ്ലസ് റൈറ്റ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് റൈറ്റ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ്. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്നാപ്പ് ദ കറന്റ് ആപ്പ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ? ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്വിച്ച് ടു നെക്സ്റ്റ് വെർച്വൽ ഡെസ്ക്ടോപ്പ്? അതായത് ഈ അടുത്ത വെർച്വൽ ഡെസ്ക്ടോപ്പിലേക്ക് മാറാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് റൈറ്റ്. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഓൾട്ട് പ്ലസ് റൈറ്റ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് റൈറ്റ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ്. ഓപ്ഷൻ ഡി ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്വിച്ച് ടു ദ പ്രീവിയസ് വെർച്വൽ ഡെസ്ക്ടോപ്പ്? അതായത് മുമ്പത്തെ വെർച്വൽ ഡെസ്ക്ടോപ്പിലേക്ക് മാറാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിൻഡോസ് ലോഗോ പ്ലസ് ലെഫ്റ്റ്. ഓപ്ഷൻ ബി വിൻഡോസ് ലോഗോ പ്ലസ് ഓൾട്ട് പ്ലസ് ലെഫ്റ്റ്. ഓപ്ഷൻ സി വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ്. ഓപ്ഷൻ ഡി വിൻഡോസ് ലോഗോ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻഡോസ് ലോഗോ പ്ലസ് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.